തള്ളിക്കൊണ്ടിരിക്കാണ്ട് കുഞ്ഞപ്പനാച്ചാൻ കാര്യം പറ. എന്നാ കാര്യം കേട്ടോ. നിന്റെയൊക്കെ അസംബ്ലിങ് ശരിയാവാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ ഒന്നും ഡിസ്മാൻഡ്ലിങ് ശരിയല്ല. ആദ്യം ഡിസ്മാൻഡ്ലിങ് സ്പീഡാക്കാൻ പഠിക്കണം, എന്നാലേ അസംബ്ലിങ് ശരിയാവുള്ളൂ. മനസ്സിലായ? ഞങ്ങളുടെ ഡിസ്മാൻഡ്ലിങ്ങും അസംബ്ലിങ്ങും ഒക്കെ ശരിയാണ്, ഇതൊന്നും അല്ലടാ. ആശാന്റെ വർക്ക് ബാഡാണ്. ശരിടാ, ഇതെന്തവർക്കൊന്നും മനസ്സിലാവത്തെ. കുഞ്ഞപ്പന്റെ ഈ കയ്യർത്തത് ഒരു ലിറ്ററും 10 പേരും ഒന്നും നടക്കുന്ന കേസല്ല കേട്ടോ. എന്നാ ചേട്ടൻ വരട്ടെ. കുഞ്ഞപ്പള്ളി ഉണ്ടോ? ആ ശവപ്പെട്ടി ഒരെണ്ണം മുന്തിയത്. ഒറിജിനൽ. ആരാ ഏട്ടാ ഈ കുഞ്ഞപ്പൻ? കുഞ്ഞപ്പൻ ആരേലും ആട്ടെ, പക്ഷെ മുകളിലോട്ട് പോയതൊരു മഹത് വ്യക്തിത്വം. ഇനിയിപ്പം 1 ലിറ്റർ നിർത്തണ്ട, ഒരു 10 ലിറ്റർ എടുത്തേ. ആയിക്കോട്ടെ. എന്നാലും ആരാ ഈ കുഞ്ഞപ്പൻ? കുഞ്ഞപ്പൻ കുഞ്ഞമ്മടെ കെട്ടിയവൻ. അമ്മ ഇന്നൊന്നത് കാണണില്ല. ഏറ്റവും സ്പീഡിൽ ഡിസ്മാൻഡ്ലിങ് അസംബ്ലി ചെയ്യുന്നത് ആരാന്ന് നോക്കാം. ഓക്കെ സെറ്റ്. അപ്പൊ നോക്കാം. റെഡി? ഇതാണ് ആശാൻ. ആ നീയാ അസംബ്ലി കഴിഞ്ഞ് ചോദിക്ക് പൊട്ടിക്കാൻ ആളെ കിട്ടില്ലടാ. നീ എന്തോടെ എന്ത് ഹാൻസപ്പടാ? ഹാൻസപ്പ് 2 കൈ മതി കേട്ടാ, മറ്റേ കൈ മതി. എന്താ റോട്ട് എത്തിയിട്ട്? അത് പിന്നെ പെങ്ങളെനിക്ക് അതിന് ഇറച്ചി കൂട്ടിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഓർത്തു കുഞ്ഞപ്പം അവനെ ക്ഷണിച്ചില്ലല്ലോ എന്ന്. കുഞ്ഞപ്പാവൻ വന്ന് ഞങ്ങളുടെ വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് അത് ഒന്ന് നടത്തി തരണം. അപ്പൊ തന്നെ ഇപ്പിള്ള വാപ്പയുടെ അത് ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മൂപ്പര് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ കുഞ്ഞപ്പം മാവൻ വരില്ലേ? ഓഫ് കോഴ്സ്. അല്ലേ വണ്ടി കൊല്ലല്ലേ അബോ. ഇവനെവിടെ പോയി? എല്ലാരും ഉണ്ടല്ലോ. സുഖല മക്കളെ? ഓ സുഖാണ് കുഞ്ഞപ്പൻ മാമ. മാമന് സുഖ. അബു, ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്നറിയില്ല, നമുക്കൊരു മുട്ടം പണി വരുന്നുണ്ട്. ഉമ്മാ